ഇന്ത്യയുടെ പ്രധാന പ്രകൃതിവാതക ഇറക്കുമതി രാഷ്ട്രമാണ് ഖത്തർ. കഴിഞ്ഞ വർഷം അവസാനം ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്ക് വൻതോതിൽ ദ്രവീകൃത പ്രകൃതിവാതകം എത്തിക്കുന്നതിനുള്ള കരാറിൽ ഇന്ത്യയും ഖത്തറും എത്തിയിരുന്നു. ഇന്ത്യയിലെ മുൻനിര പ്രകൃതിവാതക വിതരണക്കാരായ ഗെയിലിന് 5 വർഷത്തേക്ക് ഇന്ധനം നൽകാനാണ് തീരുമാനം. കരാർ പ്രകാരം ഖത്തർ എനർജി ട്രേഡിംഗ് കമ്പനി ഏപ്രിൽ മുതൽ ഗെയിലിന് പ്രതിമാസം ഒരു കാർഗോ വീതം ഇന്ത്യയിലേക്ക് എത്തും. ഗെയിലുമായി ഖത്തർ എനർജി ട്രേഡിംഗ് കമ്പനി നടത്തുന്ന ഏറ്റവും വലിയ ഇടപാടുകളിൽ ഒന്നാണിത്. അതേസമയം ഇപ്പോഴിതാ ഖത്തറിന് പുറമേ മറ്റൊരു അറബ് രാഷ്ട്രമായും ദ്രവീകൃത പ്രകൃതിവാതകത്തിനായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ ദ്രവീകൃത പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്നതിനായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും UAE സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള അഡ്നോ കമ്പനിയുമായി കോടിക്കണക്കിന് രൂപയുടെ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പൊതുമേഖലാ എണ്ണ വിപണന കമ്പനിയായ IOC ആണ് ഏറ്റവും വലിയ കരാറിൽ ഒപ്പുവെച്ചത്. ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എനർജി വീക്കിൽ UAEയുടെ അഡ്നോക്കുമായി 14 വർഷത്തെ LNG ഇറക്കുമതി കരാറിലാണ് IOC ഒപ്പിട്ടിരിക്കുന്നത്. 7 മുതൽ 9 ബില്യൺ ഡോളർ മൂല്യമുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ 2026 മുതൽ UAEയിൽ നിന്നും പ്രതിവർഷം 1.2 ദശലക്ഷം ടൺ LNG IOCക്ക് ലഭിക്കും. മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ BPCLും അഡ്നോക്കുമായി ഒരു ടേം LNG ഓഫ് ടേക്ക് കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കരാർ പ്രകാരം ഈ വർഷം ഏപ്രിൽ മുതൽ 5 വർഷത്തേക്ക് 2.4 ദശലക്ഷം ടൺ LNG കമ്പനിക്ക് സ്വന്തമാകും. ഇരു കക്ഷികളുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ കരാർ മറ്റൊരു 5 വർഷത്തേക്ക് കൂടി നീട്ടാവുന്നതാണ്. അതേസമയം ഫ്രഞ്ച് ഊർജ ഭീമനായ ടോട്ടൽ എനർജീസ് 2026 മുതൽ 10 വർഷത്തേക്ക് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന് പ്രതിവർഷം 4 ലക്ഷം ടൺ LNG നൽകുന്നതിനുള്ള കരാറും നിലവിൽ വന്നിട്ടുണ്ട്. പ്രതിവർഷം 6 കാർഗോ LNG ആകും ടോട്ടൽ എനർജീസ് GPSCക്ക് കൈമാറുക. അതേസമയം BPCLന്റെ വരാനിരിക്കുന്ന റിഫൈനറിയിൽ സൗദി അറേബ്യ നിക്ഷേപ അവസരങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് ഒക്ടോബറിലും മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭാരത് പെട്രോളിയം നിലവിൽ മുംബൈ, കൊച്ചി, മധ്യപ്രദേശിലെ ബിന എന്നിവിടങ്ങളിൽ 3 റിഫൈനറികൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ഊർജ ആവശ്യം നിറവേറ്റുന്നതിനായി ആന്ധ്രാപ്രദേശിൽ ഒരു പുതിയ റിഫൈനറി സ്ഥാപിക്കുന്നത്. പരമ്പരാഗതമായി വളരെ അടുത്ത വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും സൗദി അറേബ്യയും. അടുത്തിടെയായി സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമായിരുന്നു. ഇരു രാജ്യങ്ങൾക്കിടയിലെ നിക്ഷേപവും ഇക്കാലത്ത് കൂടുതൽ ശക്തമായിട്ടുണ്ട്.